चिफ तूफ़ा में तुम तुम्हारे कुपड़ी उठ जाए ഉഫ് തൂഫാമേ ഹം ഹപ്പിനെ ഖബറെ സുഖാത്തി ഹേ. അങ്ങനെ ഹിന്ദിയിൽ ഡയലോഗ് പറയാൻ ഞാനും പഠിച്ചു. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല കേട്ടോ, ഹിമേഷ് രശ്മിയുടെ പുതിയ പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, അതിൽ പറഞ്ഞ ഒരു ഡയലോഗാണ്. ഇന്നെൻ്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറിൻ്റെ ഫസ്റ്റ് സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ട്, ബാഡാസ് രവികുമാർ. എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറായെന്ന് പറയുമല്ല, വെറും ചവർ വെച്ച ഭൂലോക ചവർ ദ ലോർഡ് ഹിമേഷ് പോലും പുള്ളിക്കാരൻ്റെ പേര് കളയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പടം എന്ന രീതിയാണ്. അല്ല, ഇത് നിർമ്മിക്കുന്നതും ഹിമേഷ് രശ്മി തന്നെയാണ്. സിനിമയുടെ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ വലിയ എന്തോ ചെയിൻസോ പോലത്തെ സാധനം പിടിച്ചോണ്ടാണ് വരുന്നത്. ഞാൻ വിചാരിച്ചു ഇതെന്തോട് മാർക്കോ സിനിമയുടെ ഹിന്ദി റീമേക്കാണ്, ഇത് കോപ്പി അടിച്ചിറക്കാൻ നോക്കുകയാണ്. തുടക്കം തന്നെ ഭയങ്കര വയലൻസോട് കൂടിയാണ് സിനിമ ട്രെയിലർ തുടങ്ങിയത് തന്നെ. പിന്നെ അങ്ങോട്ടൊരു പോക്കായിരുന്നു, എന്തിനോ വേണ്ടി വെടിവെക്കുന്നു, എന്തിനോ വേണ്ടി ആൾക്കാരെ കൊല്ലുന്നു. പിന്നെ ചെറിയൊരു ഡീറ്റെയിലും കൊടുത്തിട്ടുള്ളത് എന്തോ മോഷ്ടിക്കാൻ പോവാണ്, എന്തോ ഒരു ഡയമണ്ടിൻ്റെ മാലയോ എന്തോ മോഷ്ടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഒരു ഡീറ്റെയിലിംഗ് ഉള്ളത് 1980 ആ ഒരു സ്റ്റോറിയും പിന്നെ ആ കണ്ടൻറ്റും എടുത്ത് ഇപ്പം റിലീസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ആ ഒരു രീതിയാണ് തോന്നിയത്. ഒരു തൊലിഞ്ഞ ഗ്രാഫിക്സും, പുള്ളിക്കാരൻ ഏതോ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് റോപ്പ് പോലും ഇല്ലാതെ താഴോട്ടിറങ്ങി ഓടുന്നത്. ഈ സിനിമയുടെ വില്ലൻ ആരാന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്, നമ്മുടെ സ്വന്തം പ്രഭുദേവ മാസ്റ്റർ. സത്യം പറഞ്ഞാൽ അത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഡാൻസറും കൊറിയോഗ്രാഫറും ആയ നമ്മുടെ പ്രഭുദേവ മാസ്റ്റർ ഇമാതിരി ഒരു വേസ്റ്റ് പടത്തിൽ വില്ലനായിട്ട് വരുമ്പോൾ ഒന്ന് ആലോചിക്കുക. വില്ലെന്ന് പോലെ ഈ പടത്തിൽ ചെറിയ റോൾ ചെയ്താൽ പോലും ഭയങ്കര വേസ്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദിക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്, അല്ല ഒരു പാനിൻ്റെ ലെവലൊന്നും തോന്നുന്നില്ല. പിന്നെ ആകെ ഒരു കൊള്ളാവുന്നത് ഹിമേഷ് രശ്മി ആയതുകൊണ്ട് ഈ സിനിമയിലെ പാട്ടുകൾ അത്രയ്ക്കും അടിപൊളിയാണ്. യൂട്യൂബ് കിടപ്പുണ്ട്, പാട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. പിന്നെ എന്തിനോ വേണ്ടി തൊലിഞ്ഞ കുറേ ഡയലോഗുകളുണ്ട്, കോമഡി ഡയലോഗ്. ചൈനയിൽ നിന്ന് വന്ന ജാസൂസിൻ്റെ കോലം തന്നെ നോക്കിക്കുക. അതുപോലെ വിളിച്ചം പറഞ്ഞാൽ ചൈനയിൽ നിന്ന് വന്ന ജാസൂസാണെന്ന്, അതാ പറഞ്ഞു വെറും തൊലിഞ്ഞ പടം. പിന്നെ അതുപോലെ നമ്മുടെ സണ്ണി ചേച്ചി വരെ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്, ഐറ്റം ഡാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ചെറിയ റോളും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡയമണ്ട് മോഷ്ടിക്കാൻ വന്ന പുള്ളിയുടെ കോലം തന്നെ നോക്കിക്കേ, ഇതെന്തുവാടേ, ഇത് കോഴിയെ മോഷ്ടിക്കാൻ വരുന്ന കോഴിക്കള്ളനാണ്. അതാ പറഞ്ഞത് 1900 കണ്ടൻറ്റും വെച്ചോണ്ട് ഇപ്പോഴത്തെ പടം എടുക്കാൻ നോക്കി എങ്ങനെ ഇരിക്കും. ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത് അടുത്ത മാസം ഫെബ്രുവരി 7 തീയതിയാണ്. പിന്നെ ഇതിന് മുന്നേ കുറേ ട്രോൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ പേരിൽ. അറിയാതെ ഈ സിനിമ കയറി ഇങ്ങനെ ഹിറ്റായാൽ തീർന്ന്, അവിടെയുള്ളവർക്ക് ബോധമില്ല പൊക്കണമില്ല. ജസ്റ്റ് ഒരു കോമഡി പടം എന്ന രീതി കാണുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇനി ഹിറ്റാക്കാൻ ശേഷം പുള്ളിക്കാരന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കും, അതും നമ്മൾ സഹിക്കേണ്ടി വരും.